ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. NF കണ്ണൂർ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്നൊരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ചിക്കൻ റോളിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ കൂടുതലായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു മാസമൊക്കെ നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് സൂക്ഷിക്കാനും പറ്റും. പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നല്ല ടേസ്റ്റിയും ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ റോളാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഇഷ്ടപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വളരെ ടേസ്റ്റിയും ക്രിസ്പി ആയിട്ടുള്ള ഈ ചിക്കൻ റോള് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഫില്ലിങ്ങിനായിട്ടുള്ള മസാല തയ്യാറാക്കിയെടുക്കണം. ചൂടായ ചീനച്ചട്ടിയിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലോട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 3 സവാളയാണ് എടുത്തിരിക്കുന്നത്. മീഡിയം സൈസിലുള്ള 3 സവാള വളരെ തിന്നായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സവാള വഴന്ന് കിട്ടുന്നതായിരിക്കും. ഇതേ സമയം തന്നെ നമ്മൾ ചിക്കൻ ഒന്ന് വേവിച്ച് വെക്കണം. ഞാനിവിടെ ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. 250 ഗ്രാം എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ പച്ചമുളക് ചതച്ചതും അതുപോലെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും 1/4 ടേബിൾ സ്പൂൺ വരെ വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്ത് ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പച്ചമുളക് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ടും ഇട്ട് കൊടുക്കാം. ഞാൻ മിക്സിയുടെ കുഞ്ഞു ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഇതിലോട്ട് 1 തണ്ട് ഫ്രഷ് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒന്ന് വഴന്ന് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. ആദ്യമായിട്ട് നമുക്ക് മല്ലിപ്പൊടിയാണ് ചേർക്കേണ്ടത്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ ചിക്കനിലും ചേർത്തിട്ടുണ്ടായിരുന്നു. 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലോട്ട് പെപ്പർ പൗഡറും ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലോട്ട് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുരുമുളക് പൊടി ചേർക്കുന്നില്ല. ഇനി ഇതൊക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ഇവിടെ കുറച്ചധികം പൊടിഞ്ഞു പോയിട്ടുണ്ട്. ഇത്രയും പൊടിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെയായാലും പ്രശ്നമൊന്നുമില്ല. എന്നാലും ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. ഇനി ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം കുറച്ച് മല്ലിയില കൂടി ഇട്ടിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇതിലോട്ട് ചേർക്കുന്നില്ല. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് മിക്സിയുടെ ജാറിലോട്ട് 1 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് 1 എഗ്ഗ് കൂടി പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം അതേ കപ്പിന് തന്നെ 1 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നല്ല സ്മൂത്തായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വെള്ളം പിന്നീട് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ 1 കപ്പ് മാത്രം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കണ്ടല്ലോ, ഈ രീതിയിൽ വേണം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഈ റോള് നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ ഈ ഒരു ബാറ്റർ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഇത് കറക്റ്റാണെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റോള് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതിനൊന്ന് ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് 1 കുഞ്ഞു സ്പൂണിന് ഓരോ സ്പൂണ് ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. എത്രയും തിന്നാക്കിയെടുക്കാൻ പറ്റുമോ അത്രയും തിന്നാക്കിയെടുക്കുക. ജസ്റ്റ് 1 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇത് ഇതുപോലെ പാനിൽ നിന്നും ഇളകി വരും.
ഈ ടൈമിൽ നമുക്കിത് പാനിൽ നിന്നും കോരിയെടുക്കാം. തിരിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് കോരി മാറ്റിയതിന് ശേഷം അടുത്തതും ഇതുപോലെ നമുക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. നമ്മൾ ഒന്ന് ഒഴിച്ചിട്ട് അടുത്തത് ചുറ്റിയെടുക്കുന്ന ടൈം കൊണ്ട് തന്നെ നമ്മൾ അടുത്തത് ഒഴിച്ചു കൊടുക്കണം. കണ്ടല്ലോ, ഇത് ചുറ്റിയെടുത്ത് കഴിയുമ്പോഴേക്കും അടുത്തത് റെഡി ആയിട്ടുണ്ടാവും. അത് എടുത്തു മാറ്റുമ്പോൾ തന്നെ നമ്മൾ അടുത്തത് പാനിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അതായത് ചുട്ടെടുക്കുന്നതും നമ്മൾ റോള് തയ്യാറാക്കി എടുക്കുന്നതും ഒരേ ടൈമിലായിരിക്കണം. ഇതിൻ്റെ ചൂട് തണുത്തു പോയാൽ നമുക്കിതുപോലെ ചുറ്റിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നൊന്നുമില്ല, ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത്. കണ്ടല്ലോ, രണ്ട് സൈഡിൽ നിന്ന് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഒട്ടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് നന്നായിട്ട് ഒട്ടി നിന്നോളും. അങ്ങനെ മുഴുവൻ റോളും ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് വേറൊരു ബൗളിലോട്ട് 2 എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക. ഞാനിവിടെ നാടൻ മുട്ടയാണ് എടുത്തിരിക്കുന്നത്. കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണെങ്കിൽ 1 എഗ്ഗ് മതിയാവും, അതിന് കുറച്ച് ജെല്ല് കൂടുതലായിരിക്കും. നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഒരു ഫോർക്കോ ഹാൻഡ് വിസ്കോ ഉപയോഗിച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതുപോലെ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ബ്രെഡ് ക്രംസോ ഇല്ലെങ്കിൽ റസ്ക് പൊടിയോ ആണ്. ഞാനിവിടെ റസ്ക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ബ്രെഡ് ക്രംസ് ഉപയോഗിച്ചിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാനിത് കുറച്ചൊരു പ്ലേറ്റിലോട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് റോളിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. ആദ്യമായിട്ട് നമ്മൾ എഗ്ഗിൻ്റെ ബാറ്ററിലാണ് ഡിപ്പ് ചെയ്തെടുക്കേണ്ടത്. അതിനുശേഷം ബ്രെഡ് ക്രംസ് ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ബ്രെഡ് ക്രംസിനെക്കാളും റസ്ക് പൊടിയാണ് നല്ലതെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന ടൈമിൽ നല്ല ക്രിസ്പി ആയിരിക്കും റസ്ക് പൊടിയാകുമ്പോൾ. ബ്രെഡ് ക്രംസ് ആകുമ്പോൾ അത്രയ്ക്ക് അങ്ങ് ക്രിസ്പി ആയിരിക്കില്ല, എന്നാലും പെട്ടെന്ന് തന്നെ അത് തണുത്തു പോവുകയും ചെയ്യും. ആ ക്രിസ്പിനെസ്സൊക്കെ പെട്ടെന്ന് നഷ്ടപ്പെടും. എന്നാൽ റസ്ക് പൊടിയാണെങ്കിൽ കുറേ സമയം വരെ നമ്മൾ കഴിക്കുന്ന ടൈമിൽ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടാവും, പെട്ടെന്നൊന്നും അത് തണുത്തു പോവില്ല. അപ്പോൾ ബ്രെഡ് ക്രംസ് ഉപയോഗിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ റസ്ക് പൊടി ഉണ്ടാക്കിയെടുക്കാം. അതിൻ്റെ വീഡിയോ ഉടൻ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ ഈ റോൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇതുപോലെ എഗ്ഗിൻ്റെ ബാറ്ററിലും അതുപോലെ റസ്ക് പൊടിയിലൊക്കെ ഡിപ്പ് ചെയ്തതിന് ശേഷം കൂടുതലായിട്ട് ഉണ്ടാക്കിയിട്ടൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് 1 മാസമൊക്കെ ഇത് ഫ്രീസറിൽ വെച്ചിട്ട് ആവശ്യത്തിന് എടുത്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷനോ ഇല്ലെങ്കിൽ പെട്ടെന്നൊരു ഗസ്റ്റ് വരികയോ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല വെറൈറ്റി ആയിട്ടുള്ള സ്നാക്ക് അവർക്ക് തയ്യാറാക്കി കൊടുക്കാം. ജസ്റ്റ് ഒരു 30 മിനിറ്റ് മുന്നേ എടുത്തിട്ട് പുറത്ത് വെച്ചതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതിയാവും. അതേപോലെ തന്നെ നോമ്പിന് 2 ദിവസം മുമ്പൊക്കെ ഇതുപോലെ കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കിയിട്ട്, ഇതൊന്നും അത്ര പെട്ടെന്നൊന്നും ചീത്തയായി പോകുന്ന സ്നാക്കല്ല. അപ്പോൾ നമുക്ക് ഒരു 5-6 ദിവസത്തേക്കുള്ള സ്നാക്കൊക്കെ ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതിയല്ലോ. അപ്പോൾ നോമ്പിനൊക്കെ വൈകിട്ട് പണിയെടുക്കാനൊക്കെ ഭയങ്കര ക്ഷീണമായിരിക്കും. ആ ടൈമിൽ ഇതുപോലൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഉപകാരമായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ബാറ്റർ തയ്യാറാക്കിയെടുക്കുമ്പോൾ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അത് കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസി ആണെങ്കിൽ നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് റോള് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പെട്ടെന്ന് പൊട്ടിപ്പോവുകയൊന്നും ചെയ്യില്ല. നിങ്ങൾ കണ്ടല്ലോ, ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ഇതേ കറക്റ്റ് അളവിൽ തന്നെ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തിട്ട് അതേപോലെ നമ്മളൊന്ന് അടിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഞാനിതിൽ ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഫ്രിഡ്ജിലൊന്നും വെക്കുന്നില്ല, എനിക്ക് ആവശ്യത്തിനുള്ളത് മാത്രമേ ഞാനിപ്പോൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൂ. ഡയറക്റ്റായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മുടെ കയ്യിൽ ഇതിൽ ഡിപ്പ് ചെയ്ത എഗ്ഗിൻ്റെ ബാറ്ററും അതുപോലെ റസ്ക് പൊടിയൊക്കെ ബാക്കിയുണ്ടെങ്കിൽ കളയണ്ട. ഇതുപോലെ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് പഞ്ചസാര കൂട്ടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ റോള് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഒന്ന് ഉരുട്ടിയിട്ടൊരു വട പോലെ ആക്കിയിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി, കളയേണ്ട ആവശ്യമില്ല. ഇനി ഞാനിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്.
അതിന് വേണ്ടിയിട്ട് സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഫ്രൈ പാനിലോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് റോൾ ഓരോന്നായിട്ട് ഇതിലോട്ട് ഇട്ടിട്ട് 2 വശവും നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. റസ്ക് പൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇതധികം വേവാനൊന്നുമില്ലല്ലോ, എല്ലാം കുക്കായ സാധനങ്ങൾ തന്നെയാണ്. ജസ്റ്റ് ഇതിൻ്റെ പുറം വശം ഒന്ന് ബ്രൗൺ കളറായി വന്നാൽ മാത്രം മതിയാവും. ഇതുപോലെ പല വെറൈറ്റി സ്നാക്കുകളുടെ റെസിപ്പിയും ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യം ഉള്ളവർക്ക് ഞാൻ സ്നാക്സ് റെസിപ്പീസിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ഒന്ന് പോയിട്ട് കണ്ടു നോക്കുക. അതുപോലെ 500ഓളം വീഡിയോകൾ ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതും ആവശ്യമുള്ളവർ ഒന്ന് കയറി കണ്ടു നോക്കണം. വെറൈറ്റി ആയിട്ടുള്ള പല റെസിപ്പികളും അറേബ്യൻ റെസിപ്പികളും ഒക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുപോലെ കുറച്ച് കിച്ചൺ ടിപ്സും ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത് ഞാനിവിടെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് 1 മിനിറ്റ് കൂടി കഴിയുമ്പോൾ 2 വശവും ഇതുപോലെ ഒരു ബ്രൗൺ കളറായി വരും. കണ്ടല്ലോ, കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല ക്രിസ്പിയാണെന്ന്. ഇനി നമുക്കിത് ഓയിലിൽ നിന്നും കോരി മാറ്റിയിട്ട് ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഓയിൽ എടുക്കുമ്പോൾ ഇതുപോലെ പരന്ന പാത്രത്തിൽ എടുക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെയാകുമ്പോൾ കുറഞ്ഞ ഓയിലിൽ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആ കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മുടെ മുഴുവൻ റോളും ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടാൽ തന്നെ അറിയാലോ എത്രത്തോളം ക്രിസ്പിയാണെന്ന്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക, നിങ്ങളുടെ ഇഷ്ടപ്പെട്ടവരിലേക്ക് ഈ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോസിനായിട്ട് ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് വെക്കുക. ഇൻഷാ അല്ലാഹ് ഇനിയും ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പികളുമായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും താങ്ക് യു.